പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 മിഥുനമാസം 16-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 30-ാം തീയതി, സോമവാരം, തിങ്കളാഴ്ച. നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ 6:09, അസ്തമയം വൈകിട്ട് 6:46. നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്ന രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിങ്കളാഴ്ചത്തെ നക്ഷത്രം കാലത്ത് 7:30 വരെ മകൻ നക്ഷത്രമാകുന്നു. 7:30 കഴിഞ്ഞാൽ പിന്നെ പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രം എന്നാൽ നിങ്ങൾക്കറിയാം, ഒരു ശുഭകാര്യങ്ങൾക്കും നാം അധികം സ്വീകരിക്കാത്ത, ഡിപ്പെൻഡ് ചെയ്യാത്ത നക്ഷത്രമാണ് പൂരം നക്ഷത്രം. അത് മുപ്പൂരത്തിൽ പെടുന്നു. പൂരം, പൂരാടം, പുരൂരുട്ടാതി. അപ്രകാരം മറ്റ് 4 നക്ഷത്രങ്ങളും കൂടെയുണ്ട്. ആയില്യം, തൃക്കേട്ട, ഭരണി, തിരുവാതിര. ഈ 7 നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. പക്ഷേ മറ്റ് പല കർമ്മങ്ങൾക്കും, ശത്രു സംഹാര പരിഹാരങ്ങൾക്കൊക്കെ തന്നെ, സുദർശന ഹോമം ചെയ്യാനൊക്കെ തന്നെ ഈ നക്ഷത്രങ്ങളൊക്കെ വളരെ വിശേഷമാണ്. നാളെ തിഥി വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഷഷ്ഠി തിഥിയായി. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥി മറ്റന്നാൾ വരികയാണ്. സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിനമാകുന്നു നാളെ കഴിഞ്ഞുള്ള ദിവസം. പക്ഷേ നാളെയാണ് വൈകിട്ട് വ്രതങ്ങളും ഉപവാസങ്ങളുമൊക്കെ നാം ആചരിക്കേണ്ടത്. നാളത്തെ തിങ്കളാഴ്ച ദിനം ദേവീ പ്രാധാന്യമുള്ള ദിനമാണ്. പൂരം നക്ഷത്രവും ഭരണിപുരം പൂരാടം നക്ഷത്രാധിപനായ ഗ്രഹം ശുക്രനാണ്. അതും ദേവി വിഷയമാണ്. അതിനാൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്തൃശ്രേയസ്സിനായി സോമവാരവ്രതം, തിങ്കളാഴ്ച വ്രതം നാളെ ആചരിക്കാം. അപ്രകാരം തന്നെ ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന, ഭാര്യ ഭർത്തൃ ദാമ്പത്യ ദൃഢതയ്ക്ക് വേണ്ടി അർച്ചന, ഐക്യമത്യ പുഷ്പാഞ്ജലി, ഐക്യമത്യ അർച്ചനയോ ചെയ്യുന്നതും വളരെയധികം ഗുണപരമാണ്. പൂരം നക്ഷത്രം ചിങ്ങൻ രാശിയിൽ വരുന്ന ശക്തമായ നക്ഷത്രമാണ്. മകംപൂരം ഉത്രം നക്ഷത്രത്തിൽ പൂരം നക്ഷത്രം ഒരു മുഴുനീള നക്ഷത്രമാണ്, മകൻ നക്ഷത്രത്തെ പോലെ തന്നെ. മാതാവിനോട് വിധേയത്വമുള്ള ഇവർ, പൂരം നക്ഷത്രക്കാർ, സംഗീതാദി വിഷയങ്ങളിൽ തൗരിത്രികം, പാട്ട്, ഗാന ഉപകരണങ്ങൾ, നൃത്തം, ഇതിൽ വളരെയധികം പ്രാഗൽഭ്യം തെളിയിക്കുന്നതായി കാണാം. കാരണം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു. ഈ പൂരം നക്ഷത്രക്കാർ ദേവീപ്രീതി, സരസ്വതി പ്രീതി, വിദ്യയുടെ പൂർണ്ണതക്കായി ഓം സം സരസ്വത്യൈ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അവരുടെ കലാരംഗത്തേക്കുള്ള ഒരു വലിയ ഓപ്പണിംഗ്, ആരംഭത്തിന് സരസ്വതി സ്തുതി വളരെ നല്ലതാണ്. ഓം സം സരസ്വതി നമഃ എന്ന പ്രാർത്ഥന നാം സരസ്വതി എപ്പോഴും ജപിക്കാറുണ്ട്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭൗതുമേ സദാ. ഈ സരസ്വതി മന്ത്രം വളരെയധികം പൂരം നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഭരണിപൂരം പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നാളെ ദേവി ക്ഷേത്ര സങ്കേത ദർശനം നടത്തുക. എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും നാളെ നേരുന്നു. നന്ദി, നമസ്കാരം.